എല്ലാവർക്കും കുക്ക് ടേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ എല്ലാ മീനിലും, അതായത് എന്ത് മീനായാലും ഞാൻ ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അധികം സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ തിലാപ്പിയ ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലത്തെ ചെറിയ ജാറ്, മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാടൊന്നും വേണമെന്നില്ല, ഒരു 6-7 എണ്ണം ഇടുകയാണെങ്കിൽ, കാരണം ഇത് വലിയ മീനായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഇട്ടതാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ വേണ്ടത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണവും ഫ്ലേവറും കിട്ടും. അപ്പോൾ ഇഷ്ടമുള്ളവർ ചേർക്കുക, നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ, നല്ല എരിവാണ്. എരിവില്ലാത്തതാണെങ്കിൽ 2-3 എണ്ണം ഇടുകയാണെങ്കിലും നല്ലൊരു മണം കിട്ടും നമ്മുടെ ഫിഷ് ഫ്രൈന്. ഇതെല്ലാം കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി അധികം ചേർക്കരുത്, കുറച്ച് ചേർക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. അവസാനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് എപ്പോഴും ഒന്ന് കൂടുതലായിട്ട് നിൽക്കണം, അപ്പോൾ കുറഞ്ഞു പോകരുത്. ഉപ്പും മുളകും കൃത്യമായെങ്കിൽ മാത്രമേ എത്ര മസാല ചേർത്താലും നമ്മുടെ ഫിഷ് ഫ്രൈന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഞാനൊരു 3/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അടുത്ത് ചേർക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം തക്കാളിയാണ്. തക്കാളി ചേർക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ചെറിയൊരു പുളിരസം ഉണ്ടാവും. പിന്നെ മറ്റുള്ള ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ബ്ലെൻഡ് ആവാൻ നല്ലതാണ്. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിഷിലത് പുരട്ടി കൊടുക്കാം. കുറച്ചുകൂടി കളറ് വേണം എന്നുള്ളവർക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇടാം കേട്ടോ. ഇനി ഓരോ പീസിൽ നന്നായിട്ടത് കവർ ചെയ്ത് എടുക്കണം. ഓരോ പീസിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ മസാല നന്നായിട്ട് നിറച്ച് കൊടുക്കണം. ഇത് മസാലയൊക്കെ നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടി ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കണം അടച്ചിട്ട്. അപ്പോൾ പ്ലേറ്റിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഒതുങ്ങി ആ കഷ്ണങ്ങൾ ഇങ്ങനെ മേളിലിരിക്കുമ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. ഇത് ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. എനിക്ക് നാളേക്ക് വേണ്ടൂ. അപ്പോൾ നിങ്ങൾ മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക, അടച്ചിട്ട് വെക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഓരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മാരിനേറ്റ് ചെയ്യുമ്പോൾ നാരങ്ങാനീര് ചേർക്കണവർക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല, ഞാൻ ലാസ്റ്റ് സെർവ് ചെയ്യുമ്പോഴാണ് ചേർക്കാറ്. ഞാൻ ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. മുഴുവനായിട്ട് മൂടുന്നില്ല, ഇതുപോലെ പകുതി 1/4 ഭാഗം മൂടി വെക്കുകയാണ്. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും അതുപോലെ ഒരു പ്രാവശ്യം കൂടി 2 സൈഡും കൂടി ഒന്ന് മൊരിച്ചെടുത്തിട്ട് നമുക്ക് മാറ്റാം. മീനൊക്കെ ഫ്രൈ ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അതായത് ചിലവർക്ക് നന്നായി ഫ്രൈ ആയി മുരിഞ്ഞിരിക്കണം, ചിലർക്ക് ഒരു മീഡിയം, ചിലർക്ക് അത്ര അങ്ങോട്ട് വേവാതെ ഒന്ന് ഇങ്ങനെ വളരെ സോഫ്റ്റായിട്ടിരിക്കുന്ന പീസസാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഈ ഒരു രീതിയിൽ മസാല തയ്യാറാക്കി ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് എല്ലാ മീനിനും അത് സ്യൂട്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ ചില വീടുകളിൽ മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി അങ്ങനെ പൊടികൾ മാത്രം ഇട്ട് വറുത്ത് കണ്ടിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇതുപോലെ മസാലയൊക്കെ തയ്യാറാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതെടുക്കുകയാണ്. ഇതെടുത്താലും നമ്മൾ പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ക്യാരി ഓവർ കുക്കിംഗ് നടക്കും. അതായത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുള്ള ആ ചൂട് കൊണ്ട് തന്നെ അത് കുറേ കുക്കാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു പാകമാണ് ഇഷ്ടം. അപ്പോൾ ഞാനെടുത്ത് മാറ്റുകയാണ്. കുറച്ചുകൂടി മൊരിയിക്കണം എന്നുള്ളവർ കുറച്ച് നേരം കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി.
ഇനി ഞാൻ ബാക്കിയുള്ള പീസ് കൂടി വറുത്തെടുക്കുകയാണ്. അപ്പോൾ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ കണ്ടല്ലോ, എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷ് മസാല തന്നെയാണ്. എല്ലാ ഫിഷിനും ഇത് ചേരും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ ഓപ്ഷൻ അമർത്തിയാൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.